സ്നേഹക്കൂട്ട് പുത്തൻ പ്രൊമോയില് നമ്മുടെ പല്ലവിയാകെ തകർന്നിരിക്കുന്ന നിമിഷങ്ങളാട്ടോ വിധി പിന്നത്തേക്ക് നീട്ടി വെച്ചിരിക്കുകയാണ്. പക്ഷെ വിധി മിക്കവാറും നമ്മുടെ ഇന്ദ്രന് എന്താ പറയുക അനുകൂലമായിട്ട്, അതായത് പല്ലവി നമ്മുടെ ഇന്ദ്രന്റെ കൂടെ ജീവിക്കാനുള്ള ഒരു വിധി വരാൻ തന്നെയാണ് സാധ്യത കൂടുതലും. അങ്ങനെ നമ്മുടെ പല്ലവിയുടെ അടുത്ത് നമ്മുടെ പല്ലവിയുടെ സ്വന്തം അമ്മയും അച്ഛനും വന്നിട്ടുണ്ട് പല്ലവിയെ തിരികെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി. പക്ഷേ അവിടെ പൂർണിമാമയും ഉണ്ടാവും, നമ്മുടെ ഇന്ദ്രന്റെ അമ്മയും ഉണ്ടാവട്ടെ, ഈ 3 അമ്മമാരും കൂടിയാണ് ചർച്ചകളൊക്കെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പൂർണിമാമ പറയും വേണ്ട, അവൾ ഇവിടെ തന്നെ നിന്നോട്ടെ, അവൾ ഇവിടെ സുരക്ഷിതയായിരിക്കും, സേതുവിന്റെ അടുത്ത് അവൾ സുരക്ഷിതയായിരിക്കും, വീട്ടിൽ പോയാൽ ആരും വിശ്വസിക്കാൻ പറ്റത്തില്ല, പ്രത്യേകിച്ച് ഇന്ദ്രനെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ പൂർണിമാമ. അപ്പം നമ്മുടെ ഇന്ദ്രന്റെ അമ്മ വന്നിട്ട് പറയുന്നുണ്ട്, ഈ സേതുവിന് കൂട്ടിക്കൊടുക്കാൻ വേണ്ടിയാണോ ഇവിടെ കൂട്ടി എന്താ പറയാ കുടിയിരുത്തിയിരിക്കുന്നത്, നിങ്ങൾക്ക് നാണമില്ലേ തള്ളേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പൂർണിമാമയുടെ മെക്കിട്ട് കയറുന്നൊരു രംഗമാട്ടോ പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പം തന്നെ നമ്മുടെ പൂർണിമാമ നമ്മുടെ ഇന്ദ്രന്റെ അമ്മയുടെ കാരണം പുകച്ചൊരെണ്ണം കൊടുക്കുന്ന ഒരു കിടിലൻ രംഗവുമാണ് നമുക്ക് ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. ശേഷം നമ്മുടെ പൂർണിമാമ സ്വന്തം എന്താ പറയുക ചോര അല്ലെങ്കിൽ കൂടി നമ്മുടെ പല്ലവിയെ ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കുന്ന ഒരു പൂർണിമാമയെ തന്നെയാട്ടോ കാണുവാൻ സാധിക്കുന്നത്. പിന്നീട് നമുക്ക് ഇന്ദ്രൻ നമ്മുടെ പല്ലവിയെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഒരു ദൃശ്യങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ സേതുവും നമ്മുടെ ഇന്ദ്രന്റെ അമ്മയോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു സ്ഥലത്തും എൻ്റെ കയ്യിൽ നിന്ന് അവളെ പിടിച്ചു കൊണ്ടുപോകാൻ സാധിക്കില്ല, ഇത് എൻ്റെ ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സേതുവും ഉറപ്പ് പറയുന്നുണ്ട് നമ്മുടെ പല്ലവിയുടെ കാര്യത്തിലുണ്ട്. പിന്നെ എന്താകും നടക്കാൻ പോകുന്നത്, നമ്മുടെ ഇന്ദ്രന്റെ കൂടെ എങ്ങാനും ജീവിക്കാനുള്ള ഒരു വിധിയാണ് നമ്മുടെ പല്ലവിക്ക് വരുന്നതെങ്കിൽ പിന്നെ പല്ലവി ജീവൻ തന്നെ ഇല്ലാതാക്കാനും ശ്രമിക്കില്ല അല്ലെ പ്രേക്ഷകർ, എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം കേട്ടോ. അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.